11 വർഷപ്രായം എന്ന് പറയുമ്പോൾ ചെറിയൊരു കുട്ടിയല്ലേ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമക്കൾക്ക് എന്തറിയാമല്ലേ പാവം. ഈ കുട്ടിയെന്ന് പറയുന്നത് ഈ മാതാപിതാക്കൾക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ആ വീട്ടിൽ ഒറ്റ മോളാണ്. വളരെ സ്നേഹത്തിനും വാത്സല്യത്തിനും പോറ്റുന്ന മോളാണ്. ദിവസങ്ങൾ കഴിയുമ്പോൾക്ക് കുട്ടിയുടെ വയറിങ്ങനെ വലുതായി വരുന്നത് കണ്ടപ്പോൾ ഉമ്മാക്ക് ചെറിയൊരു സംശയമാണ്. ഇതെന്താ കുട്ടിയുടെ വയറിങ്ങനെ വലുതായി വരുന്നു? കുട്ടിയോട് കാര്യങ്ങൾ അന്വേഷിക്കും. കുട്ടിക്കൊന്നും അറിയില്ല, പാവാണ്. അങ്ങനെ ഒരു ഡോക്ടറിൻ്റെ അരികിൽ കൊണ്ടുപോയി. ദിവസം കൂടുമ്പോൾ വയറ് വലുതായിക്കൊണ്ട് വരുന്നുണ്ട്. ഡോക്ടർ പരിശോധന നടത്തിയപ്പോൾ കുട്ടി ഗർഭിണിയാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ ഉമ്മ ഞെട്ടി. കാരണം ഈ വിവരങ്ങാനും എൻ്റെ ഭർത്താവ് അറിഞ്ഞാൽ, കാരണം അവിടെ നടക്കുന്ന കഥ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. ജീവനോട് കുഴിച്ചു മൂടും ഉമ്മയും മോളെയും. കാരണം ഒരു ചെറിയ കലങ്ക് പോലും ആ കുടുംബത്തിൽ ഒന്നും വന്നു പോകരുത് എന്ന് അത്രയും സൂക്ഷ്മതമായി ആ പൊന്നുമോളെ ആ കുടുംബം പോറ്റി വളർത്തുകയാണ്. മോളോട് കാര്യങ്ങൾ അന്വേഷിച്ചുമ്മ. മോളാവട്ടെ ഒന്നും അറിയില്ല പറയുന്നു. പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പോൾ മോൾക്കൊരു വിവരവുമില്ല. അവസാനം ഡോക്ടറിൻ്റെ അരികിൽ പോയി കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇതെങ്ങനെ നിങ്ങൾ കളഞ്ഞു തരണമെന്നാണ്. കാരണം നമ്മുടെ ഇസ്സത്തിൻ്റെ പ്രശ്നമാണ്. കാരണം ഇങ്ങനൊരു കുട്ടി പ്രസവിച്ചു എന്ന് കണ്ടാൽ പിന്നെ എൻ്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കും, എൻ്റെ കുടുംബം വലിയ പ്രശ്നത്തിലാവും, ഒരു മോളെ കൃത്യമായി നോക്കാനും പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞ് പിന്നെ വലിയ പ്രയാസത്തിലേക്ക് അത് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണമെന്ന് ഡോക്ടറിനോട് പറഞ്ഞു. ഡോക്ടർ എന്ത് ചെയ്യാനാ? അങ്ങനെ പരിശോധന നടത്തി. കുട്ടി ഇപ്പം എങ്ങനെയാണ് നോക്കുമ്പോൾ 7 മാസം ആ വയറ്റുള്ള കുട്ടിക്ക് തികഞ്ഞിരിക്കുകയാണ്. 7 മാസം എന്ന് പറയുമ്പോൾ കളയാൻ ശ്രമിച്ചാൽ കുട്ടിയും അപകടത്തിൽപ്പെടും. അതിലേക്ക് ഡോക്ടർ പറഞ്ഞൊരു പരിഹാരം, പ്രസവിക്കട്ടെ. പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ താങ്ങാനും സഹിക്കാൻ പറ്റുകയല്ല. നിങ്ങളുടെ മകൾക്ക് ഇത്തരത്തിലുള്ളൊരു കാര്യം സംഭവിച്ചു എന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താവും? എത്ര വിഷമാവും, എത്ര സങ്കടം. ആ രീതിയിൽ എന്നെ കാണണമെന്നായിരുന്നു ആ ഉമ്മ പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ സങ്കടപ്പെട്ടു. ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിയുടെ പ്രസവത്തിൻ്റെ കാര്യം ഞാൻ ഏറ്റെടുക്കാം. ആരും അറിയാതെ പ്രസവിക്കട്ടെ, അതിനുള്ള എല്ലാ സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടർ അത്തരത്തിലുള്ള കാര്യത്തിന് വേണ്ടി ആ കുട്ടിയെ കൂടെ നിന്നു. ആ കുട്ടി പ്രസവിച്ചു. ആ 2 ഇരട്ട മക്കളെയാണ് ആ കുട്ടി പ്രസവിക്കുന്നത്. ആ കുട്ടിയെ വേറെ ആളുകൾക്ക് കൈമാറി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ആ കുഞ്ഞിനെ കൊണ്ടുവരുന്ന ഈ ഡോക്ടറൊരിക്കൽ, എൻ്റെ മകൾ വീണ്ടും ഗർഭിണിയായിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഡോക്ടർ തന്നെ ഞെട്ടിപ്പോയി. ഇതിലെന്തോ ഒരു സംഭവം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ഉമ്മയിൽ സംശയം തോന്നാൻ തുടങ്ങി. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്തറിയണമെന്ന് തോന്നി. അവസാനം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, അതുകൊണ്ട് ഇത് ഒറ്റ പ്രാവശ്യം നിനക്ക് രക്ഷപ്പെടുത്തണം, എൻ്റെ കുട്ടി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. അവൻ അവസാനം അതിലൂടെ രക്ഷപ്പെട്ടു. വീണ്ടും ഒരവസരം ഈ ഗർഭമുണ്ടായി എന്ന വാർത്ത ഡോക്ടർ അറിയുന്നു. അപ്പോൾ ഡോക്ടർക്ക് വേറൊരു വഴിയില്ലാതെ, കാരണം കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ വിവരം പോലീസുകാരെ അറിയിച്ചു. അന്വേഷണം തുടങ്ങി. എവിടെ നിന്നാണ് ഈ കുട്ടി ഗർഭിണിയാകുന്നത്, ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള അന്വേഷണം തുടങ്ങി. കുട്ടി പോകുന്ന സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു. അവസാനം കുട്ടി സ്കൂൾ പഠിക്കാനും അതുപോലെ ട്യൂഷൻ സെൻറ്ററിലേക്ക് പോയി പഠിക്കുന്ന വിഷയം പറഞ്ഞു. അവിടെ പരിശോധന നടത്തി. അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത. സ്കൂളിൽ പഠിക്കാൻ കുറച്ച് മിടുക്കി അല്ലാത്തതുകൊണ്ട്
നോട്ട് ബുക്ക് ഒരുപാട് എഴുതാനുള്ളത് കൊണ്ട് അവിടുത്തെ അധ്യാപിക പെട്ടെന്ന് പോകും. ആ കുട്ടികളെ 2 കുട്ടികളാണ്. ആ 2 കുട്ടികളെ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത്. കാരണം നോട്ട് ബുക്കുകളൊക്കെ എഴുതി ആ കുട്ടികൾ വീണ്ടും വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി നിർദ്ദേശിച്ച് ടീച്ചർ അങ്ങനെ പോകും. ആ സമയത്ത് അവിടെ ഒരു വാച്ച്മാൻ ഉണ്ട്. അവനെന്തെങ്കിലും ചെയ്തിരിക്കാമെന്ന് സംശയത്തോടു കൂടി ടീച്ചർ പറഞ്ഞു. അവസാനം വാച്ച്മാനെ പിടിച്ച് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ കുട്ടികൾക്ക് 2 കുട്ടികൾക്ക് മയക്കുമരുന്ന് ചോക്ലേറ്റ് നൽകിക്കൊണ്ട് മയക്കിക്കിടത്തി പല പ്രാവശ്യവും ആ കുട്ടികളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പുറത്തിറങ്ങുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവം നമ്മുടെ മക്കളെ നാം എത്ര കണ്ട് ശ്രദ്ധിച്ചാലും കൂടുതൽ നമ്മുടെ മക്കൾക്ക് അപകടമുണ്ടാകുന്നത് പരിചയക്കാരിൽ നിന്നും കുടുംബത്തിൽ നിന്നും കൂടുതൽ ആരെ കൂടെയാണ് നമ്മുടെ മക്കളുണ്ടാകുന്ന അവരുടെ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ, പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കളാകുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി അവരെ പോറ്റി വളർത്തണം. പിന്നെ അപകടത്തിൽപ്പെട്ടാൽ പിന്നെ അത് വലിയ പ്രയാസത്തിലാകും.